അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എപ്പോഴും ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുമ്പോൾ ചെറിയ അരി എടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ ബിരിയാണി അരി അല്ലെങ്കിൽ കോളൻ റൈസ് പോലെയുള്ള അരി ഉണ്ടല്ലോ, അതെടുക്കുകയാണെങ്കിൽ ടൊമാറ്റോ റൈസിന് ടേസ്റ്റ് കൂടും. കണ്ടോ, ഇതുപോലത്തെ അരിയാണ് വേണ്ടത്. ഇനി ടൊമാറ്റോ റൈസിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. 7 വലിയ തക്കാളി ചെറുതായി മുറിച്ചത്, 2 സവാള ചെറുതായി മുറിച്ചത്, പച്ചമുളക് ചെറുതായി മുറിച്ചത്, കറിവേപ്പില ചെറുതായി മുറിച്ചത്, 1.5 ഗ്ലാസ് അരി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, ഗീ. ഇനി വെള്ളം തിളക്കുമ്പോൾ അരി കഴുകി വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പും ഇട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ അരി വെന്ത് കഴിഞ്ഞു. ഇനി ഇത് വാർത്ത് വെള്ളം മുഴുവൻ കളയണം. ഇനി ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് സവാള നന്നായി വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. സവാള വഴന്നു കഴിഞ്ഞാൽ ചെറുതായി മുറിച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. നാല് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ ചെറുതായി മുറിച്ച തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് മൂടി തുറന്ന് തക്കാളി നന്നായി അടിച്ചു കൊടുക്കണം. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാട്ടോ. തക്കാളി നന്നായി അടിച്ചെടുത്താലാണ് റൈസ് കഴിക്കാൻ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം.
ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാനെപ്പോഴും കറിവേപ്പില ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ റൈസ് വിളമ്പുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായി മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ടൊമാറ്റോ റൈസ് റെഡിയായി. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. Thanks for watching.